നായ കടിയേറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നായ നിങ്ങളെ കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ആ ഭാഗം ഒഴുകുന്ന വെള്ളം, അതായത് ഒന്നുകിൽ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ വെള്ളം അതിന് ഒഴിച്ചു കൊടുത്ത് സോപ്പ് ഉപയോഗിച്ച് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായി കഴുകുക. ഇത് ഏകദേശം 80% രോഗം വരാനുള്ള സാധ്യത കുറച്ചുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ പോവിഡായിഡും പോലുള്ള നമ്മുടെ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നത് ഈ വാക്സിൻ കൊടുത്താൽ അതിൻ്റെ ആക്ഷൻ വരാൻ വേണ്ടി 2 ആഴ്ച എടുക്കും. ഈ 2 ആഴ്ച നമുക്ക് രോഗം വരാതെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് വാക്സിൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന 2 തരം വാക്സിൻ ഉണ്ട്. ഒന്ന് ഇൻട്രാഡേർമൽ വാക്സിനും ഒന്ന് IM വാക്സിനും. പിന്നെ നമ്മൾ ഈ റാബീസ് വിഷബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ. നമുക്ക് മറ്റ് രോഗങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ പ്രീ എക്സ്പോഷർ രോഗം വരുന്നതിന് മുമ്പ്, അതായത് 3 ഡോസ് ഇതേ ഇൻട്രാഡേർമൽ വാക്സിൻ നമുക്ക് എടുക്കാം. രണ്ടാമതാണ് ABC, ആനിമൽ ബർത്ത് കൺട്രോൾ. പട്ടികളെല്ലാം ഇമ്മ്യൂണൈസ് ചെയ്യുക. പിന്നെ സ്റ്റെറിലൈസേഷൻ. പട്ടികളെ നമ്മൾ റീഹാബിലിറ്റ് ചെയ്യുക. അതും നമ്മുടെ നാട്ടിലെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ ചാൻസ് കുറവാണ്. പട്ടികളെ നമ്മൾ പോറ്റി വളർത്താതിരിക്കുക. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുക്കുന്ന ഈ എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണവും അവർ രാവിലെ നടക്കാൻ പോകുമ്പോൾ കൊടുക്കുന്ന, പക്ഷേ നമ്മുടെ കുട്ടികൾക്കും വലിയുള്ളവർക്കും ഒരു ഭീഷണിയായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പട്ടികളെ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വളർത്തി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പുറത്ത് വിടാതെ ശ്രദ്ധിക്കുക.